ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആലപ്പുഴ പാലക്കാട് ജില്ലകൾക്കായി നടത്തിയ PSC നടത്തിയ LD ക്ലർക്ക് പരീക്ഷയുടെ ആൻസർ കീ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഭാഗം 2 ആണ്. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് 1 to 50 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു അല്ലേ. പ്രൊഫഷൻ ആൻസർ കീയിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ തെറ്റുകളൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്കിയുള്ള 50 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 50 to 100 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലധികം തെറ്റുകളില്ല കേട്ടോ. ഈ ഒരു ഭാഗത്ത് അധികം തെറ്റുകളില്ല. അത് PSCയുടെ പ്രൊഫഷൻ ആൻസർ കീ കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗമാണ് 50 to 100 ക്വസ്റ്റ്യൻസ്. നമുക്കത് നോക്കാം വേഗം. അതിൽ 51ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, പിയും PV കോൺസ്റ്റന്റ് കൊടുത്തിട്ടുണ്ട്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ കൊടുത്തിട്ടുണ്ട്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ താഴെ കൊടുത്തിരിക്കുന്നത് X ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് 1/V എന്നാണ്. സോ ഇതിൽ നോക്കിക്കേ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ അത് ബോയിൽ നിയമം അനുസരിക്കാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ D ആണ്. അടുത്തത് 52ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്നതിൽ SK പൊറ്റക്കാടിന്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എന്റെ വഴിയമ്പലങ്ങൾ. ഓപ്ഷൻ B സർഗസംഗീതം, ആയിഷ, നാടൻ പ്രേമം, രാജാങ്കണം. റൈറ്റ് ആൻസർ ഓപ്ഷൻ A തന്നെയാണ് കേട്ടോ. SK പൊറ്റക്കാടിന്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എന്റെ വഴിയമ്പലങ്ങളാണ്. അടുത്ത ചോദ്യം 53ാമത്തെ ചോദ്യം, ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഓപ്ഷൻ C ആണ്. വൈലോപ്പള്ളി ശ്രീധര മേനോനാണ്. ഓപ്ഷൻസിൽ NN പിള്ള, N കൃഷ്ണപിള്ള, ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്ന് കൊടുത്തിട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ C ആണ്. അടുത്തത് 54ാമത്തെ ചോദ്യം, ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കാൻ താണ്ടിയ ദൂരം എത്രയാണ് എന്നാണ്. ടോക്കിയോ ആണ് കേട്ടോ, പാരീസ് അല്ല, തെറ്റിക്കരുത്. നോക്കി, നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് 8.5 എന്ന് കൊടുത്തിട്ടുണ്ട്, 5.8 എന്ന് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ B ആണ്. 87.58 മീറ്റർ ആണ്. തെറ്റിക്കാൻ വേണ്ടി 8.5 എന്ന് ആദ്യത്തെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. അടുത്തത് 55ാമത്തെ ചോദ്യം, ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവൽ ഏതാണ് എന്നാണ്. ഓപ്ഷൻസ് വിഷാദവേശികളെ കുറിച്ചുള്ള ഓർമ്മകൾ, ഓപ്ഷൻ B അൺടിൽ ഓഗസ്റ്റ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ B ആണ്. 55ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ B. അടുത്ത ചോദ്യം 56ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ഏതാണ്? ഇത് നമ്മൾ GK ആൻഡ് കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യമാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ C ആണ്. ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്നതാണ്. ഓക്കെ, അപ്പൊ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാനലാണെന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. 57ാമത്തെ ചോദ്യം, നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവി എന്ന് പറയുന്നത് അയ്യപ്പ പണിക്കരാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ A ആണ്. അടുത്തത് 58ാമത്തെ ചോദ്യം, കുറെ രചയിതാക്കൾ കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്തെ രചനകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ, സുഭാഷ് ചന്ദ്രൻ, കാളിദാസൻ, ഋതുസംഹാരം, പറുദീസ നഷ്ടം, കുചേലവൃത്തം, ഘോഷയാത്ര. റൈറ്റ് ആൻസർ ഓപ്ഷൻ A ആണ്. അതായത് രാമപുരത്ത് വാര്യർ എന്ന് പറയുമ്പോൾ കുചേലവൃത്തം, കുഞ്ചൻ നമ്പ്യാർ ഘോഷയാത്ര, സുഭാഷ് ചന്ദ്രൻ ഏതാണ് പറുദീസ നഷ്ടം, കാളിദാസൻ ഋതുസംഹാരം എന്നിങ്ങനെയാണ്. അപ്പോൾ രചയിതാക്കളും രചനകളും. ഓക്കെ, അടുത്ത 59ാമത്തെ ചോദ്യം IT ആണ്. ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നോക്കിയ, ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അത് ശരിയാണ്. അപ്പോൾ അത് ശരിയാണ്, ഒന്ന് ശരിയാണ്. അപ്പോൾ ഒന്നുള്ള ഓപ്ഷനാണ്, അത് Bയും Cയും മാത്രമാണ്. മൂന്നാമത്തെ ശരിയാണ്, നോക്കിയാൽ മതി. ഹബിന് ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടും ഇല്ല. ഓക്കെ, അപ്പോൾ റൈറ്റ് ആൻസർ C, ഒന്ന് മാത്രം എന്നുള്ളതാണ്. ഓക്കെ, 60ാമത്തെ ചോദ്യം, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്ക് കൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗം ഏതാണ്? അത് ഫംഗ്ഷൻസ് ആണ്. ഓപ്ഷൻ B ആണ്. ഗ്രാഫ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, മാത്തമാറ്റിക്കൽ പാക്കേജ് എന്ന് കൊടുത്തിട്ടുണ്ട്, ബ്ലോക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ B ആണ്. 60ാമത്തെ ഓപ്ഷൻ B ആണ്. അടുത്തത് 61ാമത്തെ ചോദ്യം,
ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണത്? റിപ്പീറ്റർ ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ബി സ്വിച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്, വയർലെസ് ബ്രിഡ്ജ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ്? വയർലെസ് റിപ്പീറ്റർ. അടുത്ത ചോദ്യം 62ാമത്തെ ചോദ്യം. ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം മൗസ് അല്ലെ, കീബോർഡ്, സ്കാനർ, OMR എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം മൗസ്. 63 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇത് തന്നെയാണ്, ഗൂഗിൾ ക്രോം തന്നെയാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, ഗൂഗിൾ ക്രോം. ഓക്കെ, അപ്പോൾ 63ാമത്തെ. ഇപ്പൊ ഇവിടെയൊക്കെ നമ്മൾ സ്പീഡിൽ പോകുന്നുണ്ടാവും അല്ലെ. അടുത്ത 64 പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? വിഭാഗം 4 ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 65ാമത്തെ ചോദ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ CCPയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണത്? അത് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തത് 66ാമത്തെ ചോദ്യം. DV എന്താണ്? DV ഡൊമസ്റ്റിക് വയലൻസ് ആണ് അല്ലെ. DV നിയമത്തിലെ ഏത് വകുപ്പാണ്? അവിടെ ഗാർഹിക പീഡനം എന്ന് കൊടുത്തിട്ടുണ്ട്. വിഭാഗം 3 ആണ്. അപ്പോൾ DV നിയമം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഗാർഹിക പീഡനം എന്ന് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ. 67ാമത്തെ ചോദ്യം. ഏത് നിയമപ്രകാരമാണ് NHRC സ്ഥാപിച്ചത്? ഏതാണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. നോക്കിയ വർഷം എല്ലാവരുടെയും നോക്കിയ 1993 താഴെയും 1993 വർഷം മാത്രം പഠിച്ചിട്ട് പോയാൽ പെട്ടു അല്ലെ. അടുത്ത 68ാമത്തെ ചോദ്യം. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് 25,000 രൂപയാണ് അല്ലെ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 10,000 അല്ല, 50,000 അല്ല, 1,00,000 അല്ല, 25,000 രൂപയാണ്. 69ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരുടെ പരമാവധി കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഏതാണോ ആദ്യം അതാണ്. ഓക്കെ, വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷൻ, ഇൻഫർമേഷൻ കമ്മീഷണറുടെ കാലാവധിയാണ് പറയുന്നത്. 70ാമത്തെ ചോദ്യം. ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത്? വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാക്കാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക. യെസ്, കറക്റ്റ് ആണ്. റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത്. രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ്. ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ എന്തോ പ്രശ്നം വന്നാ തോന്നുന്നു ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ. അതാണ് ബി എന്ന് അവിടെ കൊടുത്തിട്ടുള്ളത്. ബി രേഖകളല്ല. ഓപ്ഷൻ ബിയിൽ രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ്. അതും ശരിയാണ്. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിന്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക. ഇതിലെല്ലാം മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. അടുത്ത ചോദ്യം 71ാമത്തെ ചോദ്യം മാത്സ് ആണ്. നമുക്ക് വേഗം പറഞ്ഞിട്ട് പോവാം. 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 66 രൂപയാണ് വില. 6 പെൻസിലിനും 3 പേനയ്ക്കുമാണെങ്കിൽ 72 രൂപയെങ്കിൽ ഒരു പേനയുടെ വില എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. തീവണ്ടിയുടെ 360 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ 4 മണിക്കൂർ 30 മിനിറ്റ് എടുത്തു എങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗം എന്ന് പറയുന്നത് 80 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. ഭിന്നസംഖ്യയിൽ ഏറ്റവും വലുത് ഓപ്ഷൻ ഡി ആണ്. 2/1 ആണ്. 74ാമത്തെ. വീടിന് ചായം തയ്ക്കുമ്പോൾ 24 ലിറ്റർ ചായത്തിന്റെ കൂടെ 3 ലിറ്റർ ടർപ്പന്റൈൻ ആണ് ചേർത്തത്. 32 ലിറ്റർ ചായത്തിന്റെ കൂടെ എത്ര ലിറ്റർ ടർപ്പന്റൈൻ ആണ്? 4 ലിറ്റർ ആണ് കേട്ടോ. അടുത്ത ചോദ്യം 75ാമത്തെ ചോദ്യം. 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരുന്നു. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. എന്നാൽ രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ് എന്നാണ് ചോദ്യം. 75ാമത്തെ ചോദ്യം എത്രയാണ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 4, 6, 10, 12. 10 ആണ്. ഉചിതമായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. 76ാമത്തെ ചോദ്യം. മാർക്ക് PDUNSCOR എന്ന് കൊടുത്തിട്ടുണ്ട്. VFRU ആണ്. ഓക്കെ. 77ാമത്തെ ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക. 2, 3, 4, 5, 4. 78ാമത്തെ ചോദ്യം.
രണ്ട് സംഖ്യയുള്ള ആദ്യത്തേത് രണ്ടാമത്തേതിന് 5 ഇരട്ടിയാണ്. സംഖ്യകളുടെ തുക 96 ആയാൽ ചെറിയ സംഖ്യ 16. ഓപ്ഷൻ എ ആണ്. 79ാമത്തെ ചോദ്യം. ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് 300 മീറ്റർ തെക്കോട്ട് നടന്നു, പിന്നീട് ഇടത്തോട്ട്. ഡയറക്ഷന്റെ ക്വസ്റ്റ്യാണ്. 100 മീറ്റർ പോയപ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ സഞ്ചരിച്ച് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു. എന്നാൽ ഏത് ദിശയിൽ എത്ര അകലെയാണ് അയാൾ ഉള്ളത് എന്നാണ് ചോദ്യം. 500 മീറ്റർ തെക്ക്. 79 ഡി ആണ്. 80ാമത്തെ ചോദ്യം. ക്ലോക്കിലെ സമയം 5:10 ആയാൽ പ്രതിബിംബത്തിലെ സമയം എന്ന് പറയുന്നത് എത്രയാണ് എന്നാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 6:50. ഓക്കെ. അടുത്ത ചോദ്യം 81ാമത്തെ ചോദ്യം. ഹി കെയിം ഏർലി. യൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഡിഡ് ഹി, ഡു ഹി, ഡിഡിൻ ഹി, ഡസിൻ ഹി. ഓപ്ഷൻ എ ഡിഡ് ഹി, ഓപ്ഷൻ ബി ഡു ഹി, ഓപ്ഷൻ സി ഡിഡിൻ ഹി. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഡിഡിൻ ഹി ആണ്. 82ാമത്തെ ചോദ്യം. ഇഫ് ഐ പ്രിപ്പയർഡ് വെൽ ഐ ഡാഷ് ദ പ്രൊജക്ട്. ചൂസ് ദ റൈറ്റ് വെർബ്. വുഡ് ഹാവ് കംപ്ലീറ്റഡ്, വിൽ കംപ്ലീറ്റ്, വുഡ് കംപ്ലീറ്റഡ്, വുഡ് കംപ്ലീറ്റ്. ഏതാണ് വരിക? 82ാമത്തെ ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വുഡ് കംപ്ലീറ്റ് ആണ്. 83ാമത്തെ ചോദ്യം. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് വിത്ത് മീ യെസ്റ്റർഡേ, വാസ് വിത്ത് മീ യെസ്റ്റർഡേ. ചൂസ് റൈറ്റ് ഓപ്ഷൻ. വാസ്, വേർ, ഈസ്, ഹാവ്, വാസ് ആണ്. 84ാമത്തെ ചോദ്യം. ഐ ആം ഷുവർ ദാറ്റ് സംബഡി വാസ് സ്പൈയിങ് ഓൺ അസ് ആണ് അല്ലേ വരിക? അപ്പൊ തന്നെ വന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രപ്പോസിഷൻ ആണ്. ഫോർ, ഓൺ, ഇൻ, എബൌട്ട്, ഓൺ. അടുത്തത് 85ാമത്തെ ചോദ്യം. ദേ സെഡ് വി അറൈവ്ഡ് ലേറ്റ്. ചേഞ്ച് ദ സ്പീച്ച്. ദേ സെഡ് ദാറ്റ് ദേ ഹാഡ് അറൈവ്ഡ് ലേറ്റ് അല്ലേ? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 85ാമത്തെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. വി അറൈവ്ഡ് ലേറ്റ്. ദേ സെഡ് ദാറ്റ് ദേ ഹാഡ് അറൈവ്ഡ് ലേറ്റ്. സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. റിസംബ്ലൻസ്. റിസംബ്ലൻസ് എന്ന് പറയുമ്പോൾ തന്നെ സിമിലാരിറ്റി. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സിമിലാരിറ്റി ആണ്. ഇറ്റ്സ് നോട്ട് ഡൈവേഴ്സിറ്റി, നോട്ട് ഡിഫറൻസ്, നോട്ട് ഒറിജിനാലിറ്റി, ഇറ്റ്സ് സിമിലാരിറ്റി. ഇനി അടുത്തത് പീസ് ഓഫ് കേക്ക് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ മീനിങ്? എന്താണ്? വെരി ടേസ്റ്റി ആണോ? അല്ല. ഗുഡ് ലുക്കിംഗ് ആണോ? അല്ല. ഡിഫിക്കൽട്ട് കുക്ക് ആണോ? അല്ല. വെരി ഈസി ടാസ്ക് ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. അടുത്ത ചോദ്യം 88ാമത്തെ ചോദ്യം. എ ഗ്രൂപ്പ് ഓഫ് മങ്കീസ് ഈസ് കോൾഡ്. ട്രൂപ്പ് ആണ് കേട്ടോ. ഓപ്ഷൻ എ സ്കൂൾ എന്ന് കൊടുത്തിട്ടുണ്ട്, ഫ്ലോക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്, ഹേർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, ട്രൂപ്പ് ആണ്. റൈറ്റ് ആൻസർ. 89ാമത്തെ ചോദ്യം. എ ഫിയർ ഓഫ് ദ ഡാർക്ക് ഈസ് നൗൺ ആസ് നൈറ്റോഫോബിയ, നൈറ്റോഫോബിയ, ക്ലാസ്ട്രോഫോബിയ, ക്രോണോഫോബിയ, എയറോഫോബിയ. ഡാർക്ക് എന്ന് പറയുമ്പോൾ ഏതാ വരിക? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, നൈറ്റോഫോബിയ. ഓക്കെ. 90ാമത്തെ ചോദ്യം. റൈറ്റ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ആർട്ട് റിലേറ്റഡ് ടു ഡെക്കറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. ഇത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഇംഗ്ലീഷിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, കാലിഗ്രഫി ആണ് അല്ലേ? കാലിഗ്രഫി നമ്മൾ പറഞ്ഞ ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ എന്താണ്? ആർട്ട് റിലേറ്റഡ് ടു ഡെക്കറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. ഏതാണ്? ഓർത്തോഗ്രഫി അല്ല, കാലിഗ്രഫിയാണ്. അടുത്തത് 91ാമത്തെ മലയാളമാണ്. ഒറ്റപ്പദം എഴുതുക എന്നുള്ളതാണ്. ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ജാഗരം എന്നുള്ളതാണ്. 92ാമത്തെ തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? തിരു പ്ലസ് അടി എന്നാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, തിരു പ്ലസ് അടി. 93ാമത്തെ ചോദ്യം. കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. എന്താണ്? വഞ്ചിക്കുക, ഉയർച്ച തടയുക, അവസാനിപ്പിക്കുക, ചില്ല മുറിക്കുക. 2ഉം 3ഉം ശരിയാണ്, 1ഉം 2ഉം ശരിയാണ്. ഏതാണ്? 1ഉം 2ഉമാണ് ശരി. വഞ്ചിക്കുക അല്ലെങ്കിൽ ഉയർച്ച തടയുക എന്നുള്ളതാണ് ഏത് ശരിയായിട്ടുള്ളത്? ഏത്? കുതികാൽ വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചിക്കുക അല്ലെങ്കിൽ ഉയർച്ച തടയുക എന്നുള്ളതാണ്. അടുത്തത് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നവയിൽ ഏതാണ്? പുഷ്പങ്ങൾ, വൈദ്യർ, അധ്യാപകർ, ദേവകൾ എന്ന് കൊടുത്തിട്ടുണ്ട്. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം എന്ന് പറയുന്നത് വൈദ്യരാണ് അല്ലെ? ഇത് റിപ്പീറ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. നമ്മൾ ഇതിന്റെ പ്രീവിയസ് ഇയർ ഓരോ സബ്ജക്റ്റിന്റെയും പ്രീവിയസ് ഇയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ആയാലും IT ആയാലും മലയാളം ആയാലും അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? താഴെ കൊടുത്തിരിക്കുന്നത് തെറ്റായ പദം. ജിജ്ഞാസ തെറ്റില്ല, ഉത്തരവാദിത്വം തെറ്റില്ല, ആസ്തിക്യം തെറ്റില്ല. അടുത്തത് ആദരാഞ്ജലി. നോക്കിക്കേ, ന്യായം ജായും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് കിടക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കുന്നത്. പ്രാചീനം എന്ന പദത്തിന് വിപരീത പദം ആധുനികമല്ല. ഏതാണ്? അർവാചീനമാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 97ാമത്തെ ചോദ്യം. മഞ്ഞ എന്ന അർത്ഥം വരാത്ത
പദമാണ് ചോദിച്ചിരിക്കുന്നത്. വരുന്ന പദം കണ്ട് ഓടിച്ചാടി എഴുതരുത്. വരാത്ത പദം ഏതാണ്? നിധനമാണ് അല്ലെ. അടുത്തത് 98ാമത്തെ ചോദ്യം, വിഗ്രഹാർത്ഥം എഴുതുക. പാദപങ്കജം, പാദമാകുന്ന പങ്കജം എന്നാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 99ാമത്തെ ചോദ്യം, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന ആശയം ലഭിക്കുന്ന ചൊല്ല് താഴെ പറയുന്നവയിൽ നിന്നും എഴുതുക. സ്ലോ ആൻഡ് സ്റ്റഡി, അപ്പൊ മെല്ലെ അല്ലെങ്കിൽ പതുക്കെ എന്നുള്ളതാണ് വരുന്നത് അല്ലെ. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം, മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. 90ാമത്തെ ചോദ്യം, കടൽ പ്ലസ് പുറം എന്താണ്? കടപ്പുറമാണ്. കടൽപ്പുറമാണോ? അല്ല, നമ്മൾ കടപ്പുറം എന്നാണ് പറയുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലെ. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.